ഒക്ടോബർ 7-ന് 250ഓളം ഇസ്രായേലികളെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു. ഇതിൽ 100ഓളം പേരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചു. നിരവധി ബന്ദികൾ ഗസയിലെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 100ഓളം പേർ ഇനിയും ബന്ദികളായി ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഹമാസിന് തടവിലുള്ള മുഴുവൻ ഇസ്രായേലി പൗരന്മാരെയും മോചിപ്പിക്കുമെന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെള്ളിയാഴ്ചയും ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെ 3 ബന്ദികളുടെ മൃതശരീരം കൂടി കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സമവായത്തിലൂടെ അല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ഹമാസ് ഉറച്ചു പറയുകയാണ്. ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തു കൊന്ന ഹമാസ് അംഗങ്ങളായ പിതാവും മകനും സമ്മതിക്കുന്ന വീഡിയോ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ വേളയിൽ പിടിയിലായ ഹമാസുകാരിൽ ഉൾപ്പെട്ടവരിലാണ് ഈ പിതാവും പുത്രനും. ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തതായി 47-കാരനായ ജമാൽ ഹുസൈൻ അഹമ്മദ് അറാഡി സമ്മതിക്കുന്നത് വീഡിയോയിൽ കാണാം. ഇസ്രായേൽ ഗസ അതിർത്തിക്കടുത്തുള്ള കർഷക സമൂഹമായ കിബട്സിലെ ഒരു വീടിനുള്ളിൽ ഒരു സ്ത്രീ ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടതായി ജമാൽ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് ഞാൻ ചെയ്തു, ഞാൻ അവളെ ബലാത്സംഗം ചെയ്തുവെന്നും അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ ഞാൻ അവളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം സ്ത്രീക്ക് എന്ത് സംഭവിച്ചുവെന്ന് തനിക്ക് അറിവില്ല എന്നും ജമാൽ പറയുകയാണ്. തുടർന്നുള്ള സംഭവങ്ങളുടെ വിവരങ്ങൾ മകൻ അബ്ദുള്ളയാണ് നൽകുന്നത്. എന്റെ അച്ഛൻ അവളെ ബലാത്സംഗം ചെയ്തു, പിന്നെ ഞാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ ഒരു വീഡിയോ തുടരുകയാണ്. എന്തായാലും വീഡിയോയിൽ അബ്ദുള്ള കുറ്റസമ്മതം നടത്തുന്നുമുണ്ട്. ഓരോ ഇസ്രയേലി വീടുകളിലും ഇതുപോലെ കണ്ടെത്തിയാൽ ഞങ്ങൾ അവരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുമെന്നും ഇരുവരും പറയുന്നുണ്ട്. കൈ വിലങ്ങുകൾ ധരിച്ച ജമാൽ ചാരനിറത്തിലുള്ള ട്രാക്ക് സ്യൂട്ട് ഇട്ട് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ കണ്ടെത്തിയ ഓരോ വീട്ടിലും ഒന്നെങ്കിൽ ഞങ്ങൾ അവരെ കൊന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി. ആദ്യത്തെ വീട്ടിൽ ഞാനൊരു സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും കണ്ടെത്തി ഞങ്ങൾ അവരെ തീയിട്ട് അടിച്ചു കൊന്നുവെന്നാണ് പറയുന്നത്. അവർക്ക് 40 വയസ്സിന് മുകളിലായിരുന്നു പ്രായമെന്നും ഇയാൾ പറയുന്നുണ്ട്. IDF പറയുന്നതനുസരിച്ച് അച്ഛനും മകനും ഇസ്രയേലിൽ കസ്റ്റഡിയിലാണ്. വിചാരണ കാത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ഗസ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ 7-ലെ ആക്രമണത്തിനിടെ ഹമാസ് തോക്കുധാരികൾ പിടികൂടിയ 5 വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ പിതാവിന്റെയും മകന്റെയും അഭിമുഖങ്ങൾ പുറത്തുവരികയായിരുന്നു. ആ വീഡിയോയിൽ ഹമാസുകാർ വനിതാ സൈനികരെ മർദ്ദിക്കുന്നത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. രക്തം വാർന്നൊഴുകുന്നതിനിടയിലാണ് അവരെ അടിച്ച് ജീപ്പിൽ കയറ്റുന്നത്. തോക്കുധാരികൾ ഒരാൾ അറബിയിൽ വിളിക്കുന്നത് കേൾക്കാമായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ മറുപടിയായി IDF ഏറ്റവും വലിയൊരു കർമ്മം ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ നിമിഷം പുറത്തു വരികയാണ്. ഇറാനിൽ സംഭവിച്ച പ്രസിഡന്റിന്റെ മരണത്തിന് പിന്നാലെ ഹമാസ് ഒന്നുകൂടി ഭയപ്പെടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ അവരുടെ ഭയം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു വലിയൊരു യുദ്ധമായി മാറാനുള്ള സാഹചര്യം കൂടി വിലയിരുത്തുന്നുമുണ്ട്.